ഞാൻ കണ്ടായിരുന്നു. എന്ത് ദേ എന്ത് ലോ, കണ്ടു? ലോ, ലവടെ, ലവടെ. ആ അതവിടെ നിക്കട്ടെ. ചേട്ടൻ ഒരു ബോണ്ട ഇങ്ങെടുത്തോണ്ട് വന്നേ. ഓ ആ ബോണ്ട. ബോണ്ട ആ എടുക്കേണ്ടി ചെല്ല് വരും. ചെല്ല്. ബോണ്ട എടുക്കട്ടെ. ആ ആ? ചെല്ല്. ഏ? ഉം. ആ? കൂടെ ആളുള്ളപ്പോഴേ ഈ ധൈര്യം ഉള്ളൂ അല്ലേ? എന്നാ പിന്നെ കൂടെ അങ്ങ് കൂട്ടിക്കൂടെ? കുറെ ദിവസമായി കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഉം. കുട്ടിക്ക് ഇപ്പൊ ചെറിയ പ്രായമാണ്. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല. ഉം. പ്രേമിച്ച് നടക്കാനൊന്നും ഈ പ്രായത്തിൽ പറ്റത്തില്ല. കല്യാണം കഴിക്കേണ്ട പ്രായമേ കഴിഞ്ഞു. പ്രണയത്തിന് പ്രായമൊന്നുമില്ല മാഷേ. AKG, AK ആന്റണി ഒക്കെ ലേറ്റ് മാരീഡ് അല്ലായിരുന്നോ? പിന്നെയാണോ ഈ ഖുസ്ഖുസ്? അതൊക്കെ ഇപ്പൊ തോന്നും, കുറച്ചു കഴിയുമ്പോ അങ്ങ് മാറും. അതിനീ നിഷ മരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒന്നല്ല 1000 വട്ടം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ശരി, ഓക്കെ. ഹുസ്. ഉം. ബാലേട്ടാ, 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 എന്തിനാ ഉറക്കേത്? ആ നീയോ എപ്പോ വന്നു? ദേ ചായ. ഇവിടെ വേറെ ആരും ഇല്ലേ ചായ എടുക്കാനായിട്ട്? എന്താ ഞാൻ തന്നാ പറ്റില്ലേ? കുഴപ്പമൊന്നുമില്ല, ഈ ശൃംഗാരമാണ് എന്താ കുഴപ്പം. എന്തോ ഞാൻ കേട്ടോ കേട്ടോ. എന്താ ശൃംഗരിച്ചാല്? എടി പൊട്ടി പെണ്ണെ, നീ എന്റെ അനിയത്തിയല്ലേ? അനിയത്തിയോട് ആരെങ്കിലും ശൃംഗരിക്കുവോ? കഴുത. എടി നീ എന്റെ വിരലെ തൂങ്ങി നടന്നോളല്ലേ? അത് പണ്ട്. ഉം. ഇപ്പോഴേ ബാലേട്ടനെ എന്റെ മുറച്ചിറക്കനാ. എടി നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എടി നമുക്ക് ആ കൃഷ്ണേട്ടനോട്ടുള്ള ആലോചന നോക്കാം. അയ്യേ, എനിക്ക് വേണ്ട രണ്ടാം കെട്ടുകാരനെ. എനിക്ക് എന്റെ ബാലേട്ടൻ മതി. എടി കൃഷ്ണേട്ടൻ ഒരു രണ്ടാം കെട്ടുകാരനായിട്ട് നീ കാണരുത്. നിന്റെ ചേച്ചി പ്രസവത്തോടെ മരിച്ചിട്ട് 5-6 വർഷമായില്ലേ? എന്നിട്ട് കൃഷ്ണേട്ടൻ വേറെ കെട്ടിയോ? എടി ആ കുഞ്ഞിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ? നീ അവളുടെ കുഞ്ഞമ്മയല്ല, അമ്മയാവണം. ദുബായ് നീ അവധിക്ക് കൃഷ്ണേട്ടൻ വരുമ്പോൾ നമുക്കതങ്ങ് നടത്താം. എനിക്ക് ചേരുന്നത് ഞാൻ തീരുമാനിച്ചോളാം. ബാലേട്ടൻ എന്റെ ബ്രോക്കർ ആവാതിരുന്നാ മതി. എന്നെ ഒഴിവാക്കാനല്ലേ? എന്നിട്ട് ആ വായയുടെ മത്സ്യമ്മയുടെ മോളെ കെട്ടാനല്ലേ? ബാലേട്ടൻ വേരിക്കും ഞാൻ പൊട്ടിയാന്ന്. ഞാൻ പക്ഷെ അത്ര പൊട്ടിയൊന്നുമല്ലോ കേട്ടോ. എടി അവളെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നീ എനിക്ക് അനിയത്തിയാ. അമ്മായി ഞാൻ ഇറങ്ങുക കേട്ടോ. ആ എന്തെങ്കിലും ഒരിക്കൽ എന്റെ വില ബാലേട്ടൻ മനസ്സിലാവും. അന്ന് ദുഃഖിക്കും. ശോ, ഈ പിള്ളേര്. എടി മോളെ, എടി ബിന്ദു, നിക്കടി. വേണ്ട അമ്മായി, ഞാൻ പോവാ. ശോ, എത്ര നാളെ നാണമില്ല ഒരാളുടെ പുറകെ നടക്കുന്നത്. ഇവളോട് പറഞ്ഞാലും കേക്കൂല. ബിന്ദു, ഹാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. വല്ല മണ്ണിക്ക് തല വെച്ച് ചാവും. അയ്യോ, എടാ ബാല, ഞാൻ അവിടെ ചാകാൻ പോകുന്നെന്ന്. ബിന്ദു, ഞാൻ പറയുന്നൊന്ന് കേക്ക് മോളെ. എടാ, എന്തിനാടാ നീ അവിടെ ദേഷ്യം പിടിപ്പിച്ചേ? നീ ആ മത്സരവനെ കണ്ടിട്ടാണാ? കാര്യങ്ങൾ ഇപ്പൊ നാട് മുഴുവൻ പാട്ടാണല്ലോ. അമ്മ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് അവളെ അനിയത്തിയല്ലേ അമ്മേ? ആ, എനിക്കൊന്നും അറിയില്ല. അവളാണെങ്കി വയസ്സാം കാലത്ത് തന്നെ നോക്കിയെങ്കിലും ചെയ്തേനെ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കോളെ. അയ്യേ, പിന്നെ എനിക്ക് അതിനല്ലേ നേരം. നീ തന്നെ അങ്ങ് പറയേ, മനസ്സിലാക്കേ, എന്താണെന്ന് വെച്ചാ ചെയ്യ്. എടാ, അവള് വേറെ തല വെക്കാൻ പോയേക്ക. ഈ പെണ്ണിന്റെ ചെന്ന് ഒരു നോക്കടാ, പോ. ബിന്ദു, ബിന്ദു നിക്കാനല്ലേ പറഞ്ഞത്? ബിന്ദു, ബിന്ദു നിക്കാൻ പറഞ്ഞ കേക്കില്ല ബിന്ദു. നീ എന്താ പറഞ്ഞേ? ട്രെയിന് തല വെക്കാൻ പോവാന്നോ? ട്രെയിന് തല വെച്ചാലും കുളത്ത് ചാടിയാലും നീ എന്റെ അനിയത്തിയാ. ഞാനിത് കേട്ടോ മടുത്തു ബാലേട്ട. ഇനിയെങ്കിലും ഈ ഡയലോഗ് ഒന്ന് മാറ്റി പറയൂ പ്ലീസ്. ബിന്ദു, കല്യാണം കഴിഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. എനിക്ക് പറ്റില്ല ബിന്ദു നിന്നെ വേറെ അർത്ഥത്തിൽ കാണാൻ. എനിക്കങ്ങനെ തോന്നുന്നില്ല ബിന്ദു. നീ എന്നെ മനസ്സിലാക്ക് പ്ലീസ് ബിന്ദു. ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഫുട്ബോൾ കളി മത്സരം എന്തായാലും വേണം ബാല. ഇത് നമ്മുടെ അഭിമാനമാണ് ബാല. ബാല, നീ വന്നേ. ഒരു മിനിറ്റ്.
അല്ല കൃഷ്ണേട്ട ഇത് എപ്പോ വന്നു? ഇതെന്തോടാ ഇത്? ഇതാണ് മസിൽ. ഈ പറയുന്ന ആൾക്ക് മസിലുണ്ട്. ഞാൻ വന്നിട്ട് 1-2 ദിവസമായി. ഇപ്പഴാ ഒന്ന് പുറത്തോട്ടിറങ്ങാൻ അതൊക്കെ പറ്റും. പോട്ടെ. അല്ല മോളെ എന്താ കൊണ്ടുവരാൻ ഞവളവിടെ? ആ, അവളിപ്പോ എന്നോട് അടുക്കുന്നില്ലെന്നേ. വല്ലപ്പോഴും ഒക്കെ അല്ലേ ഞാൻ വരുന്നത്. അതാ. ഇതാണ് പറയുന്നത്, അവൾക്കൊരു അമ്മ വേണ്ടേ? ഏയ്, അതൊന്നും ഇനി നടക്കത്തില്ലെന്നേ. അതെന്താ? കുഞ്ഞിനെ തന്നതിന്റെ പുറകെ തന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വന്ന അവളുടെ ശരീരം മറക്കാൻ പറ്റുന്നില്ല. എന്റെ കൃഷ്ണേട്ട, കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ ലോകത്ത്? പക്ഷെ കൃഷ്ണേട്ടൻ ഭാര്യ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നന്നായി വളർത്തണ്ടേ? അതുകൊണ്ട് ഒരു കല്യാണം കൂടി കഴിക്കും കൃഷ്ണേട്ട. ഏയ്, ഇനിയിപ്പോ 2ാം കെട്ടൊന്നും ശരിയാവില്ല. അങ്ങനെയൊന്നും അല്ല. അതിപ്പോ നമ്മുടെ കുടുംബത്തിലും പെൺപിള്ളാരില്ലേ? നീ ആരുടെ കാര്യമോ പറയുന്നത്? നമ്മുടെ ബിന്ദുവിന്റെ കാര്യം അല്ലാത്ത ആരുടെ കാര്യ? എടാ, അവക്ക് നിന്നെ തലക്ക് പിടിച്ചിരിക്കല്ലേ, പിന്നെ എന്നെ കെട്ടുവോ? നീ ഒരു മാതിരി. ഞാൻ അവളെ എൻ്റെ അനിയത്തിയെ പോലെ കാണുന്നേ. നാളെ ദോഷത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. കൃഷ്ണേട്ടൻ തന്നെ അവളെ കല്യാണം കഴിക്കണം. ഏയ്, ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാന്ന് വെച്ചാ അതെങ്ങനെ ശരിയാവില്ല. എന്നാലും അങ്ങനല്ല, ഒന്നും പറയണ്ട. ഭാര്യയുടെ അനിയത്തി എന്നുള്ള അല്ലല്ലോ കൃഷ്ണേട്ട. അതൊന്നും ശരിയാവില്ല. നമ്മുടെ കുട്ടിക്കൊരു അമ്മ വേണ്ടേ? ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ആലോചിക്കാം, നീ വണ്ടി കയറ്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇല്ല, ഞാൻ വന്നോളാം. അവിടെ ഓണാഘോഷ കമ്മിറ്റി നടക്കുക, എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം. എന്നാ ഞാൻ ചിറ്റ കണ്ടിട്ട് പോകണം. നിനക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു എടുത്തോ. ഇത് എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാ. അടിപൊളി, ഓണാഘോഷ കമ്മിറ്റിക്കുള്ളതായി. ആ, എന്നാ വിട്ടോ, ചെല്ലേ, ഞാൻ വന്നോളാം. ബാലേട്ടാ, ഹലോ. എന്താ ബാലേട്ടാ ഇത്? വാ. എനിക്ക് ഈ നാട് വിട്ടുപോകാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ ഒരു പിന്നെയില്ല, നമുക്ക് കല്യാണം കഴിക്കണ്ടേ? വേണം. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പഠിക്കണം, ഫീസ് അടയ്ക്കണ്ടേ? നമുക്കൊരു ഓഫീസ് തുടങ്ങണം, എന്നിട്ടൊരു ബോർഡ്, അഡ്വക്കേറ്റ് നിഷ ബാലചന്ദ്രൻ LLB. ബാലേട്ടനും കറസ്പോണ്ടൻസായി PG എഴുതണം. പിന്നെ നമുക്ക് കുട്ടികളുണ്ടാവില്ലേ? അത് വേണം. അയ്യടാ, അത് പറഞ്ഞപ്പോ എന്തൊരു ഇൻട്രസ്റ്റാ. പിന്നെ നല്ലൊരു വീട് വെക്കണം, നല്ലോണം ജീവിക്കണം, ഒരു ദിവസമെങ്കിലും. ഒരു ദിവസം എന്നല്ല, ജീവിതകാലം മുഴുവനും. അതല്ലേ ഞാൻ പറഞ്ഞേ, ഒരു 3-4 കൊല്ലത്തെ സമ്പാദ്യമായി കഴിഞ്ഞാൽ ഇങ്ങ് പോരാലോ. എനിക്ക് നിന്നെ കാണാതെ. ബാലേട്ടന് മാത്രമല്ലല്ലോ, എനിക്കും വിഷമം ഉണ്ടാവില്ലേ? നമ്മുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ കുട്ടാ. ആ, ശരി. നല്ല കുട്ടി. ഇതെന്താ ബാലേട്ട ഷേവ് ചെയ്യാത്തെ?